കഴിയുമ്പോഴും ദൈവവിശ്വാസം മുറുകെ പിടിക്കുന്ന നേരിടുന്ന പ്രതിസന്ധികൾ ഏറെ വരികയാണ്. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു നൽകുവാൻ ഉതകുന്ന ഒരു മാർഗമാണ് വിശ്വാസ പരിശീലനം. സ്നേഹത്തിന്റെ മറ്റൊരു പേര് ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് സഹനങ്ങളെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാക്കി മാറ്റി ഈശോയുടെ അടുത്ത് തിളങ്ങുന്ന ഒരു പൂവായി മാറിയ വിശുദ്ധ അൽഫോൻസാമ്മയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു. നല്ലൊരു ഡാൻസ് ഇഷ്ടമല്ലേ? നല്ലൊരു പ്രയർ ഡാൻസ് അവതരിപ്പിക്കുന്നതിനായി ഡീൻ ഹൗസിലെ ചുണക്കുട്ടികളെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, കേരള കത്തോലിക്ക സഭയുടെ അഭിമാന താരം, ഭാരത സഭയുടെ ത്യാഗോജന നക്ഷത്രം, സഹനപുത്രി വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയാനിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. മുട്ടത്തുപാടത്ത് യോസേഫിന്റെയും മറിയത്തിന്റെയും 4ാമത്തെ സന്താനമായി 1910 ആഗസ്റ്റ് 19-ാം തീയതി ജനിച്ച അന്നക്കുട്ടിയാണ് ഭാരതത്തിലെ ആദ്യ വിശുദ്ധ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ കൊച്ചിൻ തെരേസയെ പോലെ യേശുവിനെ ജീവിതാർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഭരണജ്ഞാനത്തിൽ പൊട്ടിവിടുന്ന അന്നക്കുട്ടി എന്ന ചെറുപുഷ്പത്തിന്റെ ആഗ്രഹം. കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ, സഹായങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ദൈവമഹത്വത്തിനായി സമർപ്പിക്കാൻ തുടങ്ങിയ തീർത്തും ലളിതമായ ജീവിതശൈലിയിലൂടെ സ്നേഹം, ത്യാഗം, സഹനം, സേവനം എന്നതായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ മുദ്രാവാക്യം. 1946 ജൂലൈ 28-ാം തീയതി ഈശോ മറിയം യോസേഫെ എന്ന് ഉരുവിട്ടുകൊണ്ട് തന്റെ സഹനബലി പൂർത്തിയാക്കിയ അൽഫോൻസാമ ഇന്ന് ബലിപീഠത്തെങ്കിൽ വണങ്ങപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ക്രൈസ്തവ സാക്ഷ്യത്തിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ അൽഫോൻസാമ. ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങളെ തീക്ഷണമായി ദൈവസ്നേഹത്തെ കുറിച്ച് ചെയ്തുകൊണ്ടും മാനസികവും ശാരീരികവുമായ കഷ്ടതകൾ സഹിച്ചുകൊണ്ടും ജീവിതം ബലിയർപ്പിച്ച അൽഫോൻസാമയുടെ മാതൃക നമുക്കും പിന്തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശുദ്ധ അൽഫോൻസാമ ജനിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തന്റെ ശൈശവം അവളുടെ വലിയപ്പന്റെയും വല്യമ്മയ്ക്കും ചിലവഴിച്ചു. അവിടെ ആ കുരുന്ന് വിശുദ്ധയിൽ വളർന്നു. സീൻ 1. കുടമാളൂർ പള്ളിയിൽ 1970 നവംബർ 11-ാം തീയതി അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. വിദ്യാലയത്തിൽ അവൾക്ക് ഹിന്ദു മതസ്ഥരായി ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. തന്റെ സഹപാഠികളെ സഹായിക്കുവാനും ദൈവികതയിൽ വളർത്തുവാനും അവൾ സഹായിച്ചു. അങ്ങനെ അവൾ ദൈവികതയിൽ വളർന്നു. തനിക്ക് വിവാഹ ജീവിതം താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവൾ സന്യാസിയാകുവാൻ തീരുമാനിച്ചു. തുടർന്ന് അവൾക്ക് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എല്ലാ പ്രശ്നങ്ങളെയും അവൾ അതിജീവിച്ചു. സന്യാസി ജീവിതത്തോടൊപ്പം അവൾ നല്ലൊരു അധ്യാപികയായി മാറി. ശിശുക്കളുടെ സുഹൃത്ത് ജപം പഠിപ്പിക്കുന്നത് അവളുടെ ഇഷ്ട വിനോദമായിരുന്നു. കുട്ടികൾക്ക് യേശുവിനെ പകർന്നു കൊടുക്കുവാനും വിശുദ്ധി ശ്രദ്ധിച്ചിരുന്നു.
സീൻ 3. 1953 ഡിസംബർ 2-ന് ദൈവദാസിയും 1984 നവംബർ 9-ന് ധന്യപദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു. 40 വർഷങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 8-ാം തീയതി അൽഫോൻസാമയെ ജോൺ പോൾ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 മാർച്ച് 1-ാം തീയതി ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധി പദവിയിലേക്ക് ഉയർത്തുവാൻ തീരുമാനിച്ചു. 2008 ഓഗസ്റ്റ് 12-ന് മറ്റ് 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജീവിതത്തിലെ എല്ലാ നിമിഷവും പ്രാർത്ഥന വഴി അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വരവും അതിനായി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹവും വിശുദ്ധ അൽഫോൻസാമ വഴി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ആമീൻ. ഞങ്ങൾ ഗ്രീൻ ഹൗസ് അവതരിപ്പിച്ച ഈ കൊച്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.